കല്യാണത്തിന് നിസ്കരിക്കാതെ പുതിയാപ്പിളയും പുതിയനാണെങ്കിൽ പിന്നെ എങ്ങനെ ആ കുടുംബത്തിൽ ബർക്കത്തുണ്ടാവുക? ആ കുടുംബജീവിതത്തിൽ ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ, ഇതൊക്കെ ദുആർക്കാണ്. രണ്ടാൾക്കും നിസ്കരിക്കേണ്ട നേരാ. പുരുഷന് ഇപ്പം എന്തായാലും നിസ്കരിക്കണം. ഞോൾക്ക് നിസ്കരിക്കേണ്ട സമയമാണെങ്കിൽ ഒരു നിസ്കാരമില്ല. അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ ബാറക്കല്ലാഹു ലക്കുമാ എന്ന് പറഞ്ഞ് അവിടെ ഗ്രീറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം? എങ്ങനെ ബർക്കത്തുണ്ടാവുക? ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. കല്യാണത്തിന് നിസ്കരിക്കണം. തക്കാരാണ് നിസ്കരിക്കണം. റൂഹ് ബോധം ദേഹത്തുള്ള സമയത്തോളം നിസ്കാരം നിർബന്ധമാണ്. പെണ്ണുങ്ങൾക്ക് പിന്നെ അവരുടെ ആ മഅദൂറായ സമയം ഒഴികെ ആ ദിവസം പുണ്യനബി എക്സ്ട്രാ നിസ്കാരം, കുസൂഫ് നിസ്കാരം. മോൻ മരിച്ച ദിവസമാണത്. കല്യാണത്തിന് പോകുമ്പോൾ എന്താ നിസ്കരിക്കാതെ പറയാം? മേക്കപ്പ് പോകുമെന്നുള്ള പേടി കൊണ്ടാണ് പെണ്ണുങ്ങൾ അധികം നിസ്കരിക്കാത്തത്. മഅദല്ലാഹ്, പടച്ചോനെ, മേക്കപ്പ് പോകൂലേ? ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ എൻ്റെ ഒറിജിനൽ മുഖം പോലൊക്കെ കാണൂലേ? ഞാൻ ഇപ്പോൾ എത്ര സുന്ദരിയായിട്ടാണ് നിൽക്കണത്. എന്തിനാ ഈ ഫേക്ക് പരിപാടി? ആ ഒറിജിനൽ പോലെ എന്നാ പോരെ? ആരെയാ നമ്മൾ കബളിപ്പിക്കും? ഇനി കണ്ട ഓളെ കോലം കണ്ട് ഇന്നലത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരട്ടോ, ഇതാ ഉള്ളതെന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ എന്തിനാ നിങ്ങളെ അപമാനപ്പെടാൻ നിൽക്കേണ്ട കാര്യം? ആ ഉള്ളതുപോലെ വൃത്തിയിലും നല്ല വെടിപ്പിലും നടന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം. എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഒന്നു കൊടുക്കാൻ പേടി. മുഖം നനക്കണ്ടേ? അപ്പോൾ കേടുവരൂലേ? ചിലർക്ക് പിന്നിങ്ങനെ കുറേ കുത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കും. ളുഹറും കള്ളാവ്, അസറും കള്ളാവ്, മഗ്രിബും കള്ളാവ്. എന്ത് പിന്നു കുത്താൻ? അള്ളാൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ എന്ത് നിസ്കരിക്കാത്തത്? എൻ്റെ മുടിപ്പിന്ന്. ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അതിൻ്റെയൊക്കെ മറുപടി? അള്ളാൻ്റെ മലക്കുകളുടെ അടുത്ത് കിട്ടൂലേ അടി? മുടിപ്പിന്ന് പേടിച്ചിട്ട് അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഒരു ഇബാദത്ത് ചെയ്യാതിരുന്നു. അത് കുത്തണ്ടേ? മഫ്ത കുത്തണ്ടേ? കുത്തരാത്ത കാര്യം പറയും വേണ്ട. ഇങ്ങനത്തെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ ഇബാദത്ത് നഷ്ടപ്പെടുമ്പോൾ പുണ്യനിബിതങ്ങൾ ഒരു മുസീബത്ത് വന്ന നേരത്ത്, അള്ളാഹുവിൻ്റെ ഒരു അള്ളാഹുവിൻ്റെ ഒരു ഇബ്തിലാ സംഭവിച്ച നേരത്ത് എക്സ്ട്രാ നിസ്കാരം, കുസൂഫിന്റെ സുന്നത്ത് നിസ്കാരം ജമാഅത്തായി പുണ്യനിബിതങ്ങൾ നിർവഹിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ നിബിതങ്ങളുടെ ഈ മനസ്സിനുള്ളിൽ നിന്ന് വന്ന ആ ഒരു പ്രാർത്ഥന, ഹബീബായ നിബിതങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ഒരു ആശയം, ഇന്നൽ ഖൽബ ലയഹ്സൻ, ഹൃദയത്തിന് സങ്കടം വരും. തങ്ങൾ അവിടെ ഒരു വാക്ക് പറഞ്ഞു, ഇത് കരുണയാണ് സഅദേ. തങ്ങളുടെ മറ്റൊരു മോൻ വഫാത്താകുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അങ്ങ് കരയുകയാണോ? സഅദേ ഇന്നമാ ഹിയ റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹമാ. സഅദേ, ഇത് അല്ലാഹു മനുഷ്യരുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുത്ത കരുണയാണ്. സഅദേ, ഞാൻ കരയുന്നത് കരുണയാണ്, റഹ്മത്താണ്. അല്ലാഹുവിന്റെ അടിമകളിൽ റഹ്മത്ത് ചെയ്യുന്നവരോടെ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാകൂ. ഇത് അല്ലാഹു എൻ്റെ ഖൽബിൽ തന്ന റഹ്മത്താണ്. ഹബീബിന്റെ മുമ്പിൽ വന്ന് ഹബീബിൽ നിന്ന് ദർസ് പഠിക്കാൻ വേണ്ടി വന്നപ്പോ ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികള്, ഫാത്തിമ ബീവിയുടെ മക്കള് രണ്ടുപേരിങ്ങനെ ഓടിക്കളിച്ച് ഹബീബിന്റെ ദേഹത്ത് വന്ന് കയറുന്നു, മറിയുന്നു. ആ മക്കളെ നബി തങ്ങൾ എടുത്ത് ഉമ്മ വെക്കുന്നു. ഇങ്ങനെ ഉമ്മ വെച്ച് ആ മക്കളോട് നബി തങ്ങൾ താലോലം സ്നേഹം കാണിക്കുമ്പോൾ അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മലയോരങ്ങളിൽ താമസിക്കുന്ന ഒരു ബദുവായിരുന്ന മഹാനവറുകൾ തങ്ങളോട് പറഞ്ഞു, നബിയേ ഇന്നലി അശ്റതം മിനൽ വലദ്, ഞാൻ പറഞ്ഞോട്ടെ നബിയേ 10 മക്കളുണ്ട് നബിയേ, എനിക്ക് 10 മക്കളുണ്ട്. ഒരൊറ്റ കുഞ്ഞിനെ പോലും ഞാൻ ഇങ്ങനെ ഉമ്മ വെച്ചിട്ടില്ല നബിയേ. തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? അഖ്റഅ ഇബ്നു ഹാബിസേ അവ അംലികു അൻ നസഅ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, അല്ലാഹു നിങ്ങളുടെ ഖൽബിൽ നിന്ന് റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും? നിങ്ങളുടെ ഖൽബിൽ നിന്ന് അല്ലാഹു റഹ്മത്ത്, കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ആ മക്കളെ ഉമ്മ വെക്കുന്നത് പോലും അല്ലാഹു ചെയ്തു വെച്ചത് റഹ്മത്തിന്റെ ഭാഗമാണ്. ആ ഒരു റഹ്മത്ത് അല്ലാഹു നമ്മുടെ ഖൽബുകളിൽ നൽകട്ടെ. ആമീൻ.